ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ നമ്മുടെ സദ്യയിൽ സ്പെഷ്യലായ നമ്മുടെ കറിനാരങ്ങ അച്ചാർ, അത് രണ്ട് തരത്തിൽ, അതായത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നമ്മളിവിടെ ഈ ഒരു നാരങ്ങ, കറിനാരങ്ങ, ഒരു വടകപ്പുളി നാരങ്ങ അത് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മൂടുവശവും തലഭാഗവും ഒക്കെ നമ്മളൊന്ന് മുറിച്ച് കളയുന്നുണ്ട്. അതിനുശേഷം നമ്മളിതൊന്ന് രണ്ടായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ഒരു ഭാഗം നമുക്ക് മുളകൊക്കെ ഇട്ട് മുളക് പൊടി ഇട്ട് വെക്കാനും, ഒന്ന് നമ്മൾ മുളക് പൊടി ഇടാതെ മഞ്ഞ കളറിൽ നമ്മൾ അച്ചാർ ഉണ്ടാക്കില്ലേ, അങ്ങനെ ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മഞ്ഞ കളറിലായിട്ട് ഉണ്ടാക്കുന്ന അച്ചാറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെടുക്കുന്നത്. അതിൻ്റെ അകത്തെ കുരുകൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ തൊലി നമ്മൾ കളയുന്നില്ല. മഞ്ഞ കളർ ഉണ്ടാക്കാൻ വച്ചിരിക്കുന്നതിനകത്ത് കളയുന്നില്ല. അല്ലാണ്ട് നമ്മൾ മുളക് പൊടിയിട്ട് വെക്കുന്നതിൽ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഒരു പാത്രത്തിൽ നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. നല്ലെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേന് കുറച്ച് വെളുത്തുള്ളി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു അല്പം ഇഞ്ചി കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിനകത്തേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. ഞാനിവിടെ ചേർക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് ആ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ തീ ഇവിടെ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ നാരങ്ങ അതുകൂടെ ചേർത്ത് കൊടുക്കാം. കറിനാരങ്ങയും കൂടെ ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് എല്ലായിടത്തും പറ്റത്തക്ക രീതിയിൽ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. എല്ലായിടത്തും ആ അരപ്പൊക്കെ ഒന്ന് പറ്റി കിട്ടണം. നമ്മുടെ മുളക് പൊടിയുടെയും എല്ലാത്തിൻ്റെയും എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് തിള വരണം. നന്നായിട്ട് എല്ലാം ഒന്ന് തിളച്ച് വരട്ടെ. ഇത്രയും മതി. നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച ശർക്കരയാണ്, അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കയ്പ്പൊക്കെ ഒന്ന് മാറി എല്ലാം ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാവേ. അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത്രയും മതി. നമ്മുടെ കറിനാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കാൽ ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ നാരങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കാന്താരിമുളക് എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാന്താരിമുളകിന് പകരമായിട്ട് നമുക്ക് പച്ചമുളകും അരിഞ്ഞ് ചേർക്കാം. പിന്നെ അതിലേക്ക്
എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം കൂടി ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. എല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങയുടെ കയ്പും പുളിപ്പും ഒക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി തിളച്ച് കിട്ടിയിട്ടുണ്ട്. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് 2 ടീസ്പൂൺ വിനീഗർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും മതി. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു ചില്ല് ബോട്ടിലിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഉണ്ടാക്കണം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു.